ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഒരു സൈനുസോയ്ഡൽ വേവ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ ഈ ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾ കാണുന്നുണ്ട് ഒരു എക്സ് ആക്സിസ് കാണുന്നുണ്ട് അല്ലേ. എക്സ് ആക്സിസ് അതിന് പെർപെൻഡിക്കുലറായിട്ട് ആരോ ഇട്ട് കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. പിന്നെ ബോൾഡ് ലൈനിൽ ഒരു റെക്റ്റാങ്കിൾ കാണിച്ചിരിക്കുന്നത് ഒരു റെക്റ്റാങ്കുലർ കോയിലാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന് എക്സ് ആക്സിസ്, അത് റെഫറൻസിനാണ്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. പിന്നെ ഒരു റെക്റ്റാങ്കുലർ കോയിലുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേഷൻ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ കോയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എത്ര സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാണ്? ഒമേഗ എന്ന് പറഞ്ഞ ആംഗുലർ സ്പീഡിൽ, ആംഗുലർ വെലോസിറ്റിയാണ് ഒമേഗ. ഓക്കെ, അപ്പോൾ തീറ്റ ബൈ ടി അതാണ് ഒമേഗ. ഓക്കെ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് പെർ സെക്കൻഡ്, അതാണ് ആംഗുലർ വെലോസിറ്റി. സോ ദിസ് കോയിൽ ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ അതാണ് ഫസ്റ്റ് ഫിഗറിൻ്റെ എക്സ്പ്ലനേഷൻ. റൈറ്റ് സൈഡിലുള്ള രണ്ടാമത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു അല്ലേ. സോ ദ കോയിൽ ഈസ് നൗ ഇൻ എ ന്യൂ പൊസിഷൻ ആഫ്റ്റർ ഇറ്റ് റൊട്ടേറ്റ്സ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആസ് ഷോൺ. ഇറ്റ് റീച്ചസ് എ ന്യൂ പൊസിഷൻ. അപ്പോൾ നോക്കൂ, നമുക്ക് ഈ 2 ഫിഗറിലും നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ കോയിലിലെ ഫ്ലക്സ് ലിങ്കേജാണ് അതിൽ വരുന്ന കാര്യം. ഇപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ കോയിലിൽ എല്ലാ ഫ്ലക്സും ലിങ്ക് ചെയ്യുന്നില്ല, കണ്ടോ. ഫ്ലക്സ് ലൈൻസ് എല്ലാം കോയിലിൽ ലിങ്ക് ചെയ്യുന്നില്ല. സോ കോയിൽ, അതായത് പ്ലെയിൻ ഓഫ് ദ കോയിൽ നോക്കൂ. പ്ലെയിൻ ഓഫ് ദ കോയിൽ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഫിഗറിൽ പ്ലെയിൻ ഓഫ് ദ കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ അതേ പ്ലെയിനിൽ തന്നെയാണ്. സോ പ്ലെയിൻ ഓഫ് ദ കോയിൽ കോയിൻസൈഡ്സ് വിത്ത് ദ പ്ലെയിൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ഫസ്റ്റ് ഫിഗർ. ഫസ്റ്റ് ഫിഗറിൽ കോയിലിൻ്റെ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷനാണ്, കോയിൻസൈഡ് ചെയ്യണം. അതുകൊണ്ട് എല്ലാ ഫ്ലക്സ് ലൈൻസും കോയിലിൽ ലിങ്ക് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഫിഗറിൽ കോയിൽ കുറച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് കാണാം, ഇതാ കണ്ടില്ലേ, ഫസ്റ്റ് ആരോ, സെക്കൻഡ് ആരോ, തേർഡ് ആരോ, ഫോർത്ത് ആരോ, ഇതെല്ലാം കോയിലിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഒബ്വിയസ് ആയിട്ട് തന്നെ നിങ്ങൾക്കറിയാം ഫ്ലക്സ് ലിങ്കേജ് കൂടി. ഇനി ഈ മൂന്നാമത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കോയിൽ ഇപ്പോൾ കറങ്ങി കോയിൽ എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വന്നിരിക്കുകയാണ്. പ്ലെയിൻ ഓഫ് ദ കോയിൽ ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് എക്സാക്ട്ലി പെർപെൻഡിക്കുലറായി വന്നപ്പോൾ നിങ്ങൾ കണ്ടു എല്ലാ ഫീൽഡ് ലൈൻസും അതിൽ കൂടെ കടന്നു പോവുകയാണ്. സോ ഓൾ ദ ഫീൽഡ് ലൈൻസ് ആർ പാസിങ് ത്രൂ ദ കോയിൽ ഓർ ദ ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദ കോയിൽ ഈസ് മാക്സിമം. ഇനി തിരിച്ച് ഉള്ള കോയിൽ വീണ്ടും റൊട്ടേറ്റ്, കോയിൽ നിൽക്കുന്നില്ലല്ലോ, കോയിൽ വീണ്ടും റൊട്ടേറ്റ് ചെയ്യണം. അപ്പം പ്രീവിയസ് പൊസിഷൻസ് എല്ലാം അത് വീണ്ടും അക്വയർ ചെയ്യും. സോ അപ്പം നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യത്തെ ഫിഗർ, അതായത് ഈ ഫിഗറിൽ, ആദ്യത്തെ ഫിഗറിൽ ലെഫ്റ്റിലുള്ള ആ ഫസ്റ്റ് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലക്സ് ലിങ്കേജ് ഓഫ് ദ കോയിൽ ഈസ് മിനിമം. മൂന്നാമത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലക്സ് ലിങ്കേജ് ഈസ് മാക്സിമം. അപ്പോൾ ഇതേ നമുക്ക് എന്ത് മനസ്സിലാക്കാം? when the plane of the coil is perpendicular to the magnetic field, then the flux linkage is maximum. So when the plane of the coil is perpendicular to the flux linkage is maximum. ആ കണ്ടീഷനിലാണ് കോയിലിൽ മാക്സിമം വോൾട്ടേജ് ഇൻഡ്യൂസ് ആകുന്നത്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് മൊഡ്യൂളിൽ പഠിച്ചു കഴിഞ്ഞു. എപ്പോഴാണ് ഒരു കോയിലിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്? വെൻ ദ ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദ കോയിൽ ചേഞ്ചസ്. ഒരു കോയിലിലെ ഫ്ലക്സ് ലിങ്കേജിന് എപ്പോഴാണോ ചേഞ്ച് ഉണ്ടാകുന്നത് അപ്പോഴാണ് ആ കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ മാക്സിമം ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാകുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. സോ ആ ഡയറക്ഷനിലാണ് അവിടെ മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അല്ലാതുള്ള പൊസിഷൻസിലെല്ലാം തന്നെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ദ കോയിൽ ഈസ് കോൺസ്റ്റൻ്റ്ലി റൊട്ടേറ്റിംഗ്. സോ ദർ ഇസ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. സോ EMF is getting induced in the coil. So starting from the right from the first figure, we can see that in the first figure EMF induced is minimum, then it is gradually increasing in the second figure, then coming to the third figure it is reaching maximum. So like that, again it will reach the minimum position, again it will keep on increasing in the negative direction. So like that. അപ്പോൾ ഈ കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അതൊരു മിനിമത്തിൽ നിന്ന് തുടങ്ങി പതുക്കെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് പോസിറ്റീവ് മാക്സിമത്തിലെത്തുന്നു. പിന്നെ തിരിച്ച് വീണ്ടും
മിനിമത്തിലെത്തുന്നു, പിന്നെ നെഗറ്റീവ് മാക്സിമത്തിലെത്തുന്നു, പിന്നെ വീണ്ടും പോസിറ്റീവ് ആകുന്നു, 0 ആകുന്നു, പോസിറ്റീവ് ആകുന്നു. അപ്പോൾ ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് വൈ വി കോൾ ദി EMF ജനറേറ്റഡ് ഇൻ such an arrangement ഈസ് an alternating EMF. ഈ ഓൾട്ടർനേറ്റിംഗ് EMF ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഈസ് കോൾഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ AC. സോ ഇങ്ങനെയാണ് ഒരു കോയിലിൽ ഓൾട്ടർനേറ്റിംഗ് EMF ജനറേറ്റ് ചെയ്യുന്നത്. So this is how an alternating EMF is generated in a coil. In one sentence you can explain as, when a coil rotates in a magnetic field, an alternating voltage is induced in the coil. When the plane of the coil coincides with the magnetic field, EMF induced is minimum. Likewise, when the plane of the coil is perpendicular to the magnetic field, the EMF induced is maximum. So in between values you have an instantaneous values are there. So in between, from 0 to maximum, and from 0 to negative maximum, then to 0, then to positive maximum, like that. So I will show you the representation also. അപ്പോൾ നമുക്ക് കുറച്ച് തിയററ്റിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ നോക്കാം. AC എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നുള്ളത്. ഫാരഡേസ് ലോസ് വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ. വെൻ ദ കോയിൽ റീച്ചസ് ദ ഹൊറിസോണ്ടൽ പൊസിഷൻ, ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദ കോയിൽ ഈസ് മാക്സിമം. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ ഫിഗർ വെച്ച്. സോ ദ EMF ഇൻഡ്യൂസ്ഡ് ഈസ് ഓൾസോ മാക്സിമം. വെൻ ദ കോയിൽ ഫർദർ മൂവ്സ് ഇൻ ദ ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ, EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ റെഡ്യൂസസ്. വെൻ ദ കോയിൽ കംസ് ടു ദ വെർട്ടിക്കൽ പൊസിഷൻ, EMF ഇൻഡ്യൂസ്ഡ് ബിക്കം 0. After that, the same cycle repeats and the EMF is induced in the opposite direction. So ഇതാണ് ഒരു കോയിലിൽ എങ്ങനെയാണ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ. സോ ഇഫ് യു വോണ്ട് യു ക്യാൻ നോട്ട് ഡൗൺ ദീസ് ഓൾസോ. ഓക്കെ, ഇനി എല്ലാവരും ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ. ഈ ഫിഗറിൽ കോയിൽ ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എക്സ് ആക്സിസിൽ നിന്ന് തീറ്റ എന്ന് പറയുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചെയ്തിട്ട് ഉള്ള ഒരു ഇൻസ്റ്റൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ കൺസിഡർ ആൻ ഇൻസ്റ്റൻറ്റ് വെൻ ദ കോയിൽ ഹാസ് കംപ്ലീറ്റഡ് എ റൊട്ടേഷൻ ഓഫ് തീറ്റ ഡിഗ്രീസ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഫ്ലക്സ് ലൈൻസ് ആർ ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലേ. സോ മാക്സിമം ഫ്ലക്സ് ഇസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. എക്സ് ആക്സിസ് ഇസ് ഫോർ ദ ആക്സിസ് ഓഫ് റെഫറൻസ്. Rectangle, bold rectangle is the coil, a coil with n turns. So the rectangular coil with n turns has rotated through an angle of theta degrees in the anti-clockwise direction. In next നമ്മൾ നോക്കേണ്ടത് ഈ കോയിലിലുണ്ടായിരിക്കുന്ന ഫ്ലക്സ് ലിങ്കേജ് ആണ്. ഫൈമാക്സ് എന്ന് പറയുന്ന മാക്സിമം ഫ്ലക്സിൻ്റെ കമ്പോണൻസ് കൺസിഡർ ചെയ്യുക. 2 perpendicular components for phi-max, that is phi-max sin omega t and phi-max cos omega t. അതിൽ phi-max sin omega t എന്ന് പറയുന്ന എലോങ് ദ പ്ലെയിൻ ഓഫ് ദ കോയിലാണ്. phi-max cos omega t ആണെങ്കിലോ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ബേസിക് എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? പ്ലെയിൻ ഓഫ് ദ കോയിലിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫ്ലക്സ് കമ്പോണൻ്റ് ആണ് റെസ്പോൺസിബിൾ ഫോർ ദ ജനറേഷൻ ഓഫ് EMF. അപ്പോൾ ഇവിടെ ഏത് കമ്പോണൻ്റ് ആണ് perpendicular to the plane of the coil? Phi-max cos omega t. So EMF induced in the coil at any instant is due to phi-max cos omega t or phi-max cos theta, because omega t is theta. So the flux linkage with the coil at any instant is phi-max cos theta. So instantaneous flux can be represented as phi is equal to phi-max cos theta, the flux linking with the coil at any instant. ഇനി നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ നോക്കാം. We already saw that in the previous module. Induced EMF E is equal to minus n into d phi by dt. It is proportional to d phi by dt, or it is equal to minus n into d phi by dt considering the Lenz's law also. അപ്പോൾ അതിനകത്ത് ഫൈയുടെ എക്സ്പ്ലനേഷൻ ഇട്ട് നോക്കൂ. ഫൈ എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. ഫൈ ഈസ് phi-max cos omega t. So substitute for phi in d phi by dt. So minus n into d by dt of phi-max cos omega t, that is n phi-max omega into sin omega t.
അതിൽ n phi max omega is a constant. You can take it as E max. So instantaneous value of EMF induced in a coil is equal to E max sin omega t. Omega t you can write as theta also. E max sin theta. E max sin theta. Hence, the EMF induced in the coil is a sinusoidal EMF. This will induce a sinusoidal current in the circuit, which is given by I is equal to I max sin omega t. അതിൽ ഐ എം എന്നുള്ളത് കഴിയുന്നതും ക്യാപിറ്റലായിട്ട് ഇടുക. ഇവിടെ സ്മോളിലാണ് കാണിച്ചിരിക്കുന്നത്. സോ ഐ ഈസ് ഈക്വൽ ടു ഐ മാക്സ് സൈൻ ഒമേഗ ടി. ദാറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സൈനുസോയിഡൽ കറണ്ട്. എനി സൈനുസോയിഡൽ ക്വാണ്ടിറ്റി യു ക്യാൻ notate as in terms of its maximum value. That is, for example, if it is I is equal to I max into sin theta or sin omega t, where omega is the angular velocity.